Hi students, welcome to accountancy class. ഇന്ന് നമ്മൾ അക്കൗണ്ടൻസി ക്ലാസ്സിൽ എടുക്കുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ പുതിയൊരു ലെസനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പാർട്ട്ണർഷിപ്പ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓർത്ത് നോക്കുക, പാർട്ട്ണർഷിപ്പ് എന്താണ് പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. ആ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു ബന്ധത്തിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബന്ധം? എങ്ങനെയാണ് ഈ ബന്ധം നിശ്ചയിക്കുന്നത്? ഈ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ ബന്ധം നിശ്ചയിക്കുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ ഡീഡിൽ പറഞ്ഞ കുറേ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ ഈ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധം നമ്മളിവിടെ കണക്കിലെടുക്കുന്നത്? ഇപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ റിലേഷനെ സൂചിപ്പിക്കുന്ന ഒരു പത്രമാണ്, ധാരണാപത്രമാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളത്. അപ്പോൾ ഈ ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവും പാർട്ട്നേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അവർ പരസ്പരമുള്ള ബന്ധം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അടിസ്ഥാനമാക്കിയാണ് ബന്ധം നിശ്ചയിക്കുന്നത്. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്, എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്, അവരുടെ പേരും അഡ്രസ്സും അതിനെ അടിസ്ഥാനമാക്കിയാണ് പാർട്ട്നേഴ്സിൻ്റെ ബന്ധം സൂചിപ്പിക്കുന്നത്. പിന്നെ അവരുടെ ക്യാപിറ്റൽ, ഓരോരുത്തരും എത്ര മൂലധനം കൊണ്ടുവരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അവരുടെ ബന്ധം സൂചിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബന്ധം, ഈ റിലേഷൻ എത്ര കാലത്തോളം ഇതേപോലെ പാർട്ട്ണർഷിപ്പ് കരാറിൽ പറയുന്നത് പോലെ പോകുന്നു, അത്രയും കാലം അവരുടെ ബന്ധം നിലനിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കാലം ബിസിനസ് ചെയ്യുമ്പോൾ, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ബന്ധങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. ദെയർ മേ ബി എ ചേഞ്ച് ഇൻ ദ റിലേഷൻഷിപ്പ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ബന്ധം? ചിലപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരാം. നിലവിലുള്ള പാർട്ട്നേഴ്സിൽ ഒരു പാർട്ട്ണർ ചിലപ്പോൾ മരണപ്പെടുകയോ പിരിഞ്ഞു പോവുകയോ അങ്ങനെ സംഭവിക്കാം. രണ്ട് പാർട്ട്നേഴ്സോ മൂന്നോ പാർട്ട്നേഴ്സ് വെച്ചിട്ടാണ് സ്ഥാപനം തുടങ്ങിയത് എങ്കിലും പിന്നീട് പുതുതായിട്ടൊരു പാർട്ട്ണർ ഉൾപ്പെടുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫ്യൂച്ചറിൽ അവരുടെ പാർട്ട്ണർഷിപ്പിൽ, ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ്, ആ സ്ഥാപനം അവസാനിക്കുന്നില്ല. ആ പാർട്ട്ണർഷിപ്പിൻ്റെ ദ റിലേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ചേഞ്ചസ്. വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ റിലേഷൻഷിപ്പ്, ദി പാർട്ട്ണർഷിപ്പ് കംസ് ടു ആൻ എൻഡ്. അപ്പോൾ എപ്പോഴാണോ എഗ്രിമെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ, കരാറിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ എഗ്രിമെൻറ്റ്, ആ കരാറ് ഇല്ലാതാകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം പാർട്ട്ണർഷിപ്പ് കരാർ ഇല്ലാതാകുന്നു. പാർട്ട്ണർഷിപ്പ് കരാർ ഇല്ലാതായി കഴിഞ്ഞാൽ ആ ഡീഡിന് ഒരു വിലയുമില്ല. ആ ഡീഡ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് അത് ക്യാൻസലായി പോകുന്നു. അങ്ങനെയാണെങ്കിൽ ബിസിനസ് അവസാനിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ പാർട്ട്നേഴ്സ് ചെയ്യുന്നത് ആ പഴയ ഡീഡ്, പഴയ കരാറ് മാറ്റി പുതിയൊരു കരാറ് ഡ്രാഫ്റ്റ് ചെയ്യുന്നു, എഴുതി തയ്യാറാക്കുന്നു. കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. So reconstitution of partnership means when there is a change in the existing relationship of partners and the old partnership agreement is cancelled and a new partnership deed is drafted and based on that the business continues. അപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പാർട്ട്ണർഷിപ്പിൻ്റെ കരാറിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ പഴയ കരാറ് ക്യാൻസൽ ആവുകയും പുതിയൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനത്തിൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനർനിർമ്മിക്കുക, പാർട്ട്ണർഷിപ്പ് പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തി പുതിയൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് പുതിയ റിലേഷൻഷിപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പുറത്ത് പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് വരുന്നത് എന്നുള്ളത്. ഏതൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ്, മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ, എപ്പോഴൊക്കെ ഈ സാഹചര്യം ഉടലെടുക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പുതിയൊരു പാർട്ട്ണറെ ഉൾപ്പെടുത്തുക. പുതിയൊരു പാർട്ട്ണറെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പഴയ പാർട്ട്ണർഷിപ്പ് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് രണ്ട് പാർട്ട്ണറാണ് ആദ്യം ഉണ്ടായിരുന്നത്. അവരുടെ പേരും അഡ്രസ്സും മാത്രമാണ് ഒരു കരാറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ, മൂന്നാമതൊരു പാർട്ട്ണറും കൂടെ വന്നു കഴിഞ്ഞാൽ ആ പാർട്ട്ണർഷിപ്പ് വീണ്ടും അദ്ദേഹത്തിൻ്റെ പേര് അഡീഷണൽ ആയിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ഈ പേര്, അഡീഷണൽ പേര് എഴുതി ചേർക്ക്, വെട്ടിത്തിരുത്തോ, ഇതൊന്നും പാർട്ട്ണർഷിപ്പ് ഡീൽ ചെയ്യാൻ കഴിയില്ല.
അപ്പോൾ അത് പുതിയ ഒരാളെ ഉൾപ്പെടുത്തി പുതിയൊരു പാർട്ട്ണർഷിപ്പ് ഡീല് ഉണ്ടാക്കണം. റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ ആകും. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്നും ഒരു പാർട്ട്ണർ പിരിഞ്ഞു പോവുക, അതിനാണ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ വെറുതെ വെട്ടി നമുക്ക് റേസ് ചെയ്ത് കളയാൻ കഴിയില്ല. ആ പഴയ പാർട്ട്ണർഷിപ്പ് ക്യാൻസൽ ചെയ്യുകയും പുതിയൊരു പാർട്ട്ണർഷിപ്പ് ഡ്രാഫ്റ്റ് ചെയ്യുകയും ചെയ്യാം. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ളൊരു കേസ് ആവാം, റിട്ടയർമെൻറ്റ് ഓഫ് ദി പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആവാം. ഒരു പാർട്ട്ണർ മരിച്ചു പോകുക എന്നുള്ളൊരു കേസ് സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കി വീണ്ടും പുതിയൊരു എഗ്രിമെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്ത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ കുറേ എക്സാമ്പിൾസ്, കുറേ കേസസ് ആണ് റീകോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് അഡ്മിഷൻ ഓഫ് എ റിട്ടയർമെൻറ്റ്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, ഇങ്ങനെ കുറേ കേസുകളുണ്ട്. പിന്നെ ഇൻസോൾവൻസി ഉണ്ട്. ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ വേറെ കേസുകളാവും. അമാൽഗമേഷൻ ഓർ മെർജിങ് ഓഫ് പാർട്ട്ണർഷിപ്പ് വിത്ത് അനദർ പാർട്ട്ണർഷിപ്പ്, രണ്ട് പാർട്ട്ണർഷിപ്പുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോഴും പഴയ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ ഈ ലെസണിൽ ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ളൊരു കേസ്, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ഇത്രയും കാര്യം. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പിൽ ഉൾപ്പെടുത്തുന്നതിനെയാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണറെ നിലവിലുള്ള ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ളത്. സോ ഇൻക്ലൂഷൻ ഓഫ് എ പാർട്ട്ണർ ഇൻ ടു എ പാർട്ട്ണർഷിപ്പ്, ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് ഒരു പാർട്ട്ണറെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്കറിയാം ഒരു പുതിയ പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സ്, പഴയ പാർട്ട്നേഴ്സും ഉണ്ടാവും. ആ സ്ഥാപനത്തിന് പുതിയ പാർട്ട്ണർ ഉണ്ടാവും. അദ്ദേഹത്തെ നമുക്ക് ഇൻകമിങ് പാർട്ട്ണർ എന്നോ ന്യൂ പാർട്ട്ണർ എന്നോ നമുക്ക് വിളിക്കാം. അപ്പോൾ ഒരു പുതിയ പാർട്ട്നേഴ്സ് വന്നു കഴിഞ്ഞാൽ, ആ സ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാകുന്നത്, ആ സ്ഥാപനത്തിന് എന്ത് എഫക്റ്റ്, ആ സ്ഥാപനത്തിനെ അതെങ്ങനെ ബാധിക്കുന്നു, പഴയ പാർട്ട്നേഴ്സിനെ എങ്ങനെ ബാധിക്കുന്നു, പുതിയ പാർട്ട്ണർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ നോക്കൂ, ഇത്രയും കാലം സപ്പോസ് 2 പേരാണ് ആ സ്ഥാപനത്തിനുണ്ടായിരുന്നത്, രണ്ട് പാർട്ട്ണറാണ് ആ പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാലം അതിൻ്റെ ലാഭവും നഷ്ടവും വീതിച്ചെടുത്തിരുന്നത് ഈ 2 പേരാണ്. പഴയ 2 പാർട്ട്നേഴ്സാണ് അതിൻ്റെ ലാഭവും നഷ്ടവും ഡിവൈഡ് ചെയ്തെടുത്തിരുന്നത്. അപ്പോൾ പുതിയൊരു പാർട്ട്ണറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ലാഭം ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷെയർ ഈ പുതിയ പാർട്ട്ണർക്ക് കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയ പാർട്ട്ണർക്ക് ആ സ്ഥാപനത്തിൻ്റെ ലാഭം ലഭിക്കാനുള്ള ഒരു അവകാശം ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്, പുതിയ പാർട്ട്ണർക്ക് ഈസ് ഗെറ്റിംഗ് എ റൈറ്റ് ടു ഷെയർ ദി profit of the business, profit and loss of the business. So when a new partner is admitted into the partnership, he attains one right in the business. The new partner, പുതിയ പാർട്ട്ണറെ ഒരു സ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ സ്ഥാപനത്തിൽ ഒരു അവകാശം ലഭിക്കുന്നുണ്ട്. ആ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലുള്ള ലാഭവും നഷ്ടത്തിൻ്റെയും ഒരു ഷെയർ കിട്ടുക എന്നുള്ളതാണ്. So when a new partner is admitted into the partnership, he gets a right in the partnership. അപ്പോൾ നോക്കൂ, ഇത്രയും കാലം പഴയ 2 പാർട്ട്നേഴ്സാണ് പ്രോഫിറ്റ്, ലാഭം വീതിച്ചെടുത്തിരുന്നത്. ഇനി ഇദ്ദേഹത്തിന് പുതിയ ഒരാൾക്കും കൂടെ ഒരു ഷെയർ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കുമ്പോൾ പഴയ ആളുകളെ സംബന്ധിച്ച് അതൊരു നഷ്ടമാണ്. പഴയ ആളുകൾക്ക് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു വിഹിതമാണ് പുതിയ ആൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ പഴയ പാർട്ട്ണറെ സംബന്ധിച്ച് അതൊരു നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അവരുടെ നഷ്ടം, അവരുടെ സാക്രിഫൈസ്, അവരുടെ നഷ്ടം നികത്താനായിട്ട് പുതിയ പാർട്ട്ണർ ഇവർക്ക് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം കൊടുക്കണം. അപ്പോൾ ഒരാൾക്ക് സ്വാഭാവികമാണ്, നഷ്ടം സംഭവിച്ചു നമുക്കൊക്കെ അറിയാം, സാധാരണഗതിയിൽ നഷ്ടം സംഭവിച്ചാൽ നമുക്ക് നഷ്ടപരിഹാരം കിട്ടണം. അത് സ്വാഭാവികമാണ്, നാട്ടു നടപ്പാണ്. അപ്പോൾ ഒരു പാർട്ട്ണർക്ക് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ, പഴയ 2 പാർട്ട്നേഴ്സിനും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് നഷ്ടപരിഹാരം കിട്ടുക എന്നുള്ളത് അവരുടെ അവകാശമാണ്, ഒരു മാന്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ആരാ? നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ആർക്കാണോ ലാഭം കിട്ടുന്നത് അവരാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലാഭം കിട്ടുന്നത് ആർക്കാണ്? പുതിയ പാർട്ട്ണർക്ക് ലാഭം കിട്ടുന്നു. അദ്ദേഹം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഒരു ലാഭം, ഒരു ഷെയർ ഇദ്ദേഹത്തിന് ലഭിക്കുന്നു.
അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ലാഭത്തിന് പകരമായിട്ട് ആ ഗെയിൻ അദ്ദേഹം ഒരു നഷ്ടപരിഹാരം, പുതിയ പാർട്ട്ണർ ഒരു നഷ്ടപരിഹാരം പഴയ പാർട്ട്നേഴ്സിന് നൽകണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻകമിങ് പാർട്ട്ണർ, പുതിയ പാർട്ട്ണർ പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ലാഭം അല്ലെങ്കിൽ നഷ്ടം അതിൻ്റെ ഒരു ഷെയർ ലഭിക്കണമെങ്കിൽ ഈ പുതിയ പാർട്ട്ണർ പഴയ പാർട്ട്നേഴ്സിന് ഒരു കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം നൽകണം. ആ നഷ്ടപരിഹാരം നൽകുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഗുഡ്വില്ലിൻ്റെ ഒരു ഷെയർ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഗുഡ്വിൽ, ഇതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഓർക്കുക, പുതിയ പാർട്ട്ണർ when he is coming into the partnership, the new partner should compensate the old partners. പഴയ പാർട്ട്നേഴ്സിന് ഒരു നഷ്ടപരിഹാരം കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ ഒരു അവകാശം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്, ലാഭം പങ്കിടാനുള്ള അവകാശം. അത് ലഭിക്കുന്നതിന് വേണ്ടി ഒരു നഷ്ടപരിഹാരം പഴയ പാർട്ട്നേഴ്സിന് നൽകണം. അതാണ് ഒരു കേസ്. ഇനി നോക്കൂ അടുത്ത കേസ്. ഈ പുതിയ പാർട്ട്ണർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും പറയാം, ഈ സ്ഥാപനം എൻ്റെയും കൂടെയാണ്, ഈ സ്ഥാപനത്തിലുള്ള എല്ലാ അസറ്റും ലയബിലിറ്റീസും ഞാനും കൂടെ ബാധ്യസ്ഥനാണ്, എൻ്റെയും കൂടെ ഉടമസ്ഥതയിലുള്ള ഞാനും ഉടമസ്ഥനാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ അസറ്റിൻ്റെ മുകളിലും എനിക്കും ഒരു അവകാശമുണ്ട്. അപ്പോൾ വേറൊരു അവകാശം കൂടെ ഈ പുതിയ പാർട്ട്ണർക്ക് ലഭിക്കുന്നു. ആ സ്ഥാപനത്തിലെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് അത് ഷെയർ ചെയ്യാനുള്ള ഒരു അവകാശം, അതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിൽ നിലവിലുള്ള എല്ലാ അസറ്റിൻ്റെയും ലയബിലിറ്റികളുടെയും ഉടമസ്ഥാവകാശം കൂടെ ഈ പുതിയ പാർട്ട്ണർക്ക് ലഭിക്കുകയാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അസറ്റും ലയബിലിറ്റീസും ഉണ്ടാകുന്നതിനുള്ള ഒരു അടിസ്ഥാനം എന്നുള്ളത് ക്യാപിറ്റലാണ്. പഴയ പാർട്ട്നേഴ്സ് മൂലധനമൊക്കെ കൊണ്ടുവന്ന് ആണ് ഈ അസറ്റും ലയബിലിറ്റീസൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു അവകാശം പുതിയ പാർട്ട്ണർക്ക് കൂടെ നൽകുന്നത് വഴി, ലഭിക്കുന്നത് വഴി അതിന് പകരമായിട്ട് പുതിയ പാർട്ട്ണർ സ്ഥാപനത്തിലേക്ക് ഒരു തുക കൊണ്ടുവരണം. അതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ എന്നുള്ളത്. അപ്പോൾ പുതിയ പാർട്ട്ണർ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ഒരു എമൗണ്ട് കൊണ്ടുവരണം, ക്യാപിറ്റലിൻ്റെ രൂപത്തിൽ, ക്യാപിറ്റലിൻ്റെ പേരിൽ ഒരു തുക കൊണ്ടുവരണം. അതെന്തിനാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലുള്ള അസറ്റും ലയബിലിറ്റീസും അതിൻ്റെ ഒരു പങ്ക് കൂടെ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു പുതിയ പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ഇഫക്റ്റ്, അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, പഴയ പാർട്ട്നേഴ്സിന് ലഭിച്ചുകൊണ്ടിരുന്ന ലാഭം കുറയും. ആ സ്ഥാപനത്തിലെ അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ഒരു ഷെയർ പുതിയ ആൾക്ക് കൂടെ നൽകണം. പുതിയ പാർട്ട്നേഴ്സ് സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ, പുതിയൊരു പാർട്ട്ണർ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പഴയ പാർട്ട്നേഴ്സിന് ഒരു കോമ്പൻസേഷൻ നൽകണം. അദ്ദേഹത്തിന് 2 അവകാശങ്ങളാണ് സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഒന്നാമത്തെ അവകാശം ലാഭവും നഷ്ടവും പങ്കിടാനുള്ള അവകാശം. രണ്ടാമത്തെ റൈറ്റ്, അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലെ അസറ്റും ലയബിലിറ്റീസും ഷെയർ ചെയ്യാനുള്ള അവകാശം. ഇങ്ങനെ 2 അവകാശങ്ങൾ പുതിയ പാർട്ട്നേഴ്സിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവകാശങ്ങൾ ലഭിക്കുന്നതിനാൽ പുതിയ പാർട്ട്ണർ സ്ഥാപനത്തിലേക്കും അല്ലെങ്കിൽ പഴയ പാർട്ട്നേഴ്സിനും ഒരു നഷ്ടപരിഹാരം നൽകണം. അപ്പോൾ ലാഭം ലഭിക്കുന്നതിന് വേണ്ടി, ഷെയർ ഓഫ് പ്രോഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി പഴയ പാർട്ട്നേഴ്സിന് ഒരു ഷെയർ ഓഫ് ഗുഡ്, ഒരു എമൗണ്ട് കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കണം, ഒരു തുക കൊടുക്കണം. ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശം ലഭിക്കുന്നതിന് വേണ്ടി, ഓണർഷിപ്പ് കിട്ടുന്നതിന് വേണ്ടി സ്ഥാപനത്തിലേക്ക് കുറച്ച് ക്യാപിറ്റലും കൊണ്ടുവരണം. അപ്പോൾ 2 അവകാശങ്ങളാണ് പുതിയ പാർട്ട്ണറിന് ലഭിക്കുന്നത്. ഈ 2 അവകാശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി 2 തുകകൾ, 2 എമൗണ്ടുകൾ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരികയും വേണം. ഇതാണ് പുതിയ പാർട്ട്ണർ സ്ഥാപനത്തിലേക്ക് വരുമ്പോഴുള്ള എഫക്റ്റ്. അപ്പോൾ ഇനി നമുക്ക് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് ഉള്ളതെന്ന് പരിശോധിക്കാം. പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് പരിഗണിക്കേണ്ടത്? അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ കേസ് ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഓഫ് ദി ഇൻകമിംഗ് പാർട്ട്ണർ, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിംഗ് റേഷ്യോ ഓർ ഗെയിനിങ് റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, accounting treatment related to goodwill, revaluation of assets and liabilities, adjustment of capital accounts. കാര്യങ്ങളാണ് ഈ ലെസണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.